മസാല ബോണ്ടിൽ ഇന്ത്യയിലെ മറ്റുള്ളവരെടുത്തതും ഈ റേറ്റിന് തന്നെ. കിഫ്ബി ഇന്ത്യയിൽ ബോണ്ട് എടുക്കുന്നതിന് പണം ഇറക്കി ഏതാണ്ട് ഈ റേറ്റ് തന്നെ തന്നത്. പിന്നീട് കുറഞ്ഞു, അന്ന് കുറഞ്ഞിട്ടില്ല. ആ കുറയാൻ വേണ്ടി കാത്തിരുന്നൂടെ? ഈ മസാല ബോണ്ട് എടുക്കുന്നത് ആർക്കും എടുക്കാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് ഒരുപാട് കടമ്പകളുണ്ട്, റേറ്റിംഗ് കമ്പനികൾ, അത് ഇത്. എന്തിനാ പോയി എടുത്തത്? ഞാൻ പറയാം. ഞാൻ എടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ പറയാം. വേറെ 2000 കോടി ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഇന്ത്യയിലെ മണി മാർക്കറ്റിലെ നമ്മൾ അനൗൺസ് ചെയ്യുന്നു, ഒരു കമ്പനി വന്നിരിക്കുന്നു, ഫിനാൻഷ്യൽ കമ്പനി, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, ലണ്ടൻ മണി മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിവുള്ളവർ. അത് തരുന്ന ക്രെഡിബിലിറ്റി ചെറുതല്ല. ആ ക്രെഡിബിലിറ്റി വെച്ചാൽ നാട്ടിൽ നിന്ന് വായ്പ എടുക്കണേ. ഇനി ഇത് കടക്കണി കൊണ്ടുപോകുമോ? എങ്ങനെ കൊണ്ടുപോകും? ആൻറ്റോ തന്നെ പറഞ്ഞില്ലേ, നമ്മുടെ മോട്ടോർ വാഹന നികുതിയുടെ പകുതിയും ആ സെസ്സുമാണ് കൊടുക്കുന്നത്. അത് കൊടുത്തുകൊണ്ട് നമ്മളെങ്ങനെ പടക്കണയിലാവാ? അത് കൊടുത്താൽ മതിയെന്ന്. അതിൻ്റെ തിരിച്ചടക്കാൻ പറ്റുന്ന അത്രയും തുകയ്ക്കുള്ള പ്രൊജക്റ്റുകളെ എടുക്കൂ. അതാണ് അതിൻ്റെ ഡയറക്ടർ ബോർഡിന് എടുത്തിരിക്കുന്ന മാനദണ്ഡം. കടം തരുന്നവർ നോക്കുമെന്ന് എത്രയാണ് അടുത്ത 25 വർഷം 30 വർഷം കിഫ്ബിക്ക് കിട്ടാൻ സാധ്യത സർക്കാരിൽ നിന്ന്. ആ സാധ്യത കൊടുത്തിട്ട് കണക്കിലെടുത്തിട്ട് അവർ വായ്പ നൽകത്തുള്ളൂ, ഒരു വായ്പ എടുക്കത്തുള്ളൂ. ഇതിൻ്റെ പേരാണ് അസറ്റ് ലയബിലിറ്റി മാച്ചിങ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ അസറ്റ് ഇങ്ങനെയുള്ള വരവുകളുടെ രേഖയുണ്ടാവും, ലയബിലിറ്റി ഓരോ പ്രൊജക്റ്റ് എടുക്കുമ്പോഴും ലയബിലിറ്റി രേഖ മാറും. നിങ്ങൾ കോൺട്രാക്ട് നമ്മുടെ ബില്ല് കൊടുക്കുന്നത് ഒരു കാലത്തും ലയബിലിറ്റി അസറ്റിന് മുകളിൽ വരത്തില്ല. പിന്നെ എന്ത് കടക്കണി? അപ്പോൾ ആൻഡ്രോ പറയുന്നതിൽ നിയമം ഉണ്ടാക്കിയതല്ലേ 3% എടുക്കാൻ പാടുള്ളൂ എന്ന്. എന്നിട്ട് ആ നിയമം നിങ്ങൾ മറികടക്കുന്നതല്ലേ? അതെ, കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറികടക്കുന്നുള്ളതാ. നമ്മുടെ നാടിനോട് സ്നേഹം വേണമെന്ന് ഇതൊക്കെ ചെയ്യണ്ടേ? അവർ നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നിയമവിരുദ്ധമല്ല, അതിന്റെ ലൂപ്പ് ഹോൾസ് നോക്കി നമ്മൾ ചെയ്യും. അത് അനുവദനീയോ? ലൂപ്പ് ഹോൾസ് വെച്ചിട്ട് കേന്ദ്ര സർക്കാർ എടുക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറഞ്ഞ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ 2019-20 അവരുടെ സ്റ്റേറ്റ് ഓഫ് ദ ഫിനാൻസ് കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടിൽ കേന്ദ്രം ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ് ഞങ്ങൾ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് 3 ലക്ഷം എന്നാണ്. അതിനു പുറമെ വേറൊരു 2 ലക്ഷം കൂടി എടുത്ത് 5 ലക്ഷം അത് കേന്ദ്രത്തിന്റെ കടത്തിൽപ്പെടുത്തിയിട്ടില്ല. എന്നാൽ UDFും CNJയും BJPയും ഒരുമിച്ച് എന്ന് പറയുന്നത് കേന്ദ്രം ചെയ്യാത്ത കാര്യം സംസ്ഥാനത്തിനെ കണക്കിൽപ്പെടുത്തണം. ആരോടാ കൂറ്? ഈ നിയമത്തെക്കുറിച്ച് അധികം പറയുന്നില്ല. FRBM ഈ നിയമം കേന്ദ്രം എന്തെങ്കിലും പാലിച്ചിട്ടുണ്ട്? സംസ്ഥാനത്തിന്റെ കടം പിടിച്ചു നിർത്താനല്ല ഈ നിയമം, കേന്ദ്രത്തിന്റെ ഉണ്ട്. ഇന്നേ വരെ കേന്ദ്രം 3%-ത്തിലെത്തിയിട്ടുണ്ടോ? കേന്ദ്രത്തിന്റെ ശരാശരി ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4%-ന് മുകളിലാണ്. ഒരിക്കൽ പോലും പാലിച്ചിട്ടില്ല. എന്നിട്ടാ സംസ്ഥാനത്തിനെതിരെ കുതിര കയറാൻ വരുന്നത്. സംസ്ഥാനങ്ങൾ മൊത്തത്തിലെടുത്താൽ പാലിച്ചിട്ടുണ്ട് 2.75% വരത്തുള്ളൂ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പൊ കേരളം പറയണേ, ഞങ്ങൾ ഇതുവരെയും പശ്ചാത്തല സൗകര്യങ്ങളിൽ ഊന്നിയിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കൂടുതൽ വായ്പ ഓഫ് ബഡ്ജറ്റിലെടുത്തൊക്കെ ചെയ്യാൻ പോവുകയാണ്. ഒരു സംസ്ഥാനം ഇങ്ങനെ മാറിയാൽ ഇന്ത്യയുടെ ഫിസ്ക്കൽ സ്ഥിതി തകരൂ. മറ്റ് സംസ്ഥാനങ്ങൾ എടുക്കുന്നില്ലെന്ന് 5% വായ്പ എടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നു കോവിഡ് കാലത്ത്. കേരളം എടുത്തു, നാട്ടുകാർക്ക് സഹായം കൊടുത്തു. ബാക്കി സംസ്ഥാനങ്ങൾ എടുത്തില്ല, പൂർണ്ണമായി എടുത്തില്ലെന്ന് മാത്രമല്ല, വായ്പ എടുത്ത പണമേ ഈ നിയമത്തിൽ പറയുന്ന വായ്പ എടുക്കുന്ന പണം റവന്യൂ ചെലവുകൾക്ക് ഈ പെൻഷൻ കൊടുക്കാൻ സഹായം കൊടുക്കാനൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് നിയമമുള്ളത്. വളരെ ചിട്ടയായിട്ട് ആ നിയമം പാലിച്ച് 3.5 ലക്ഷം കോടി രൂപ
ട്രഷറിയിൽ ചെലവാക്കാതെ വെച്ചാരാ? അതവിടെ സ്വാതന്ത്ര്യം. കേരളം വേറൊരു പാത സ്വീകരിക്കുന്നു. ഈ വലിയ ഇന്ത്യയിലെ ഈ കൊച്ചു കേരളം വേറൊരു നിലപാടെടുക്കുന്നത് എന്താ തെറ്റ്? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ അവകാശത്തിന് വേണ്ടി നിൽക്കണ്ടേ? അവസാനമായിട്ട് നമ്മുടെ സ്കൂളിൽ, നമ്മുടെ കോളേജിൽ നടന്ന ദൗർഭാഗ്യപരമായിട്ടുള്ള കാര്യം അത് മുഴുവൻ SFയുടെ തലയിലൊന്നും കെട്ടണ്ട. അല്ല, ഇല്ല. അപ്പൊ അങ്ങനെ മതി, അത്ര എടുത്താൽ. ഇങ്ങനെയുള്ള മോശത്തരം നടന്നിരിക്കുന്നു, പാടില്ല. 3 ഡസൻ പിള്ളേര് കോളേജിൽ മരിച്ചിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ KSUക്കാരൻ മരിച്ചിട്ടില്ല, മുഴുവൻ SFIക്കാരാ. ഈ ജില്ലയിൽ എത്ര പേര്? തൊട്ടിപ്പുറത്ത് ഞാൻ പറയുന്നത് ഇതൊക്കെ പാടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ പുണ്യങ്ങളാണ് ആരും നോക്കണ്ട കേട്ടോ. 3 ഡസൻ പിള്ളേരെ കോളേജിൽ കൊന്നിരിക്കുന്ന പ്രസ്ഥാനം വന്നിരുന്നിട്ട് ഒരു ദൗർഭാഗ്യം. അതേ ഈ ജില്ലയില് ജോസ് എത്ര പേര് SFIക്കാർ കൊല ചെയ്തെടുത്ത് തലയെ വെച്ചോണ്ടാ മതി. കാരണം കേരളത്തിലെ ക്യാമ്പസിനെ മുഴുവൻ ക്രിമിനൽ താവളങ്ങളാക്കി മാറ്റിയിട്ട് വന്നിരുന്നു ഇങ്ങനെ വർത്തമാനം പറയുന്നത് വസ്തുതയായിട്ട് തന്നെ. ഒരു KSUക്കാരൻ SFI കൊലപ്പെടുത്തിയിട്ടുള്ള പേര് പറ. ചലഞ്ചിങ് പറ. SFIക്കാരെല്ലാം മാലാഖമാരാണ്. അവരെ നടപടിക്കൊണ്ടിരിക്കുമ്പോൾ മഹാരാജ് കോളേജ് ആയാലും ഇപ്പൊ ഈ പോക്കോട്ട് കോളേജ് ആയാലും സകല കോളേജിൽ അവർ നടത്തുന്നത് ദേശസ്നേഹപരമായ കാര്യങ്ങളാണ് നടത്തുന്നത് കേട്ടോ. ഇപ്പം യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലല്ല. എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഞാൻ വേണമെങ്കിൽ 32 SFIക്കാരുടെ പേര് പറയാം കൊല ചെയ്യപ്പെട്ടത് ക്യാമ്പസുകളിൽ. SFI കൊല ചെയ്ത വധിച്ച ഒരു KSU പ്രവർത്തകന്റെ, കോൺഗ്രസ് പ്രവർത്തകന്റെ പേര് പറയും. നിങ്ങൾ അത്രയും ആക്ഷേപം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്.